എത്തിയിട്ടുണ്ട്. കല്ലുവാതുക്കൽ എന്ന് പറയുമ്പോൾ ഈ ഔദ്യോഗികമായി പൊതുദർശനം ഉണ്ടാകും, സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞ ഇടം പോലുമല്ല. പക്ഷേ ആളുകൾ തനിയെ വന്ന് ഒത്തുകൂടുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നും അവരിവിടേക്ക് വന്ന് ഒത്തുകൂടുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ കുട്ടികൾ വരെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ സമാനമായ രീതിയിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഇവിടെ വന്നിരുന്നേ? VS-നെ കാണാമെന്ന്. എപ്പോ വന്നെയാ? 2 മണിക്കൂറായി. അപ്പോൾ VS-നെ കണ്ടിട്ടേ പോകുന്നുള്ളൂന്നല്ലേ? എങ്ങനെ VS-നെ ഓർത്തെടുക്കുന്നത്? VS നമ്മളെ ചങ്ങല തീയല്ലേ, ജനകീയ നായകനല്ലേ. അങ്ങനെ ആളുകൾക്കെല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട VS കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ VS-നായി ഏറ്റവും ഒടുവിൽ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഔദ്യോഗികമായി പൊതുദർശന സൗകര്യം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി തന്നെ നിരവധി ആളുകൾ സമാനമായ രീതിയിൽ അവർ തനിയെ ഇവിടെ എത്തുകയും ഇവിടെ ഒത്തുകൂടുകയും VS-നെ കാണാനായി VS-നെ ഏറ്റവും ഒടുവിൽ VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നിരവധി ആളുകൾ എന്ന് പറയുമ്പോൾ പ്രായം ചെന്ന ആളുകൾ, കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, യുവാക്കൾ, അങ്ങനെ എല്ലാവിധ ആളുകളും ഇവിടേക്ക് എത്തി VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ഒരുപക്ഷെ അവരുടെ കാലഘട്ടത്തിൽ, അവരുടെ യൗവനത്തിലൊന്നും തന്നെ അവർ കണ്ടിട്ടുകൂടി ഇല്ലായിരിക്കും ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് പറഞ്ഞറിയുന്ന, അവർക്ക് കണ്ടറിയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായി VS അച്യുതാനന്ദൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. VS-നെ കാണാൻ നിൽക്കല്ലേ? എപ്പോ വന്നെയാ? ഒരു 9 മണിയാകും വന്ന. VS-നെ കാണാൻ വേണ്ടിട്ടിരിക്കല്ലേ? അതെ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി കാണാൻ. മോനെ, ആരെ കാണാൻ നിൽക്കുക? അറിയോ? VS-നെ അറിയോ? മുമ്പ് കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കാണാല്ലേ? അത്തരത്തിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇവിടേക്ക് VS-നെ കാണാനായി, VS-നെ അവസാന ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി അവർ ഈ തെരുവോരങ്ങളിൽ, ഈ ദേശീയപാതയുടെ ഓരത്ത് അവർ ഒത്തുകൂടിയിരിക്കുകയാണ്. അവർ സ്വാഭാവികമായും അവർ പല ദേശങ്ങളിൽ നിന്നും വന്നവരാണ്. അവരിവിടെ VS-നെ കാണാൻ വേണ്ടി മാത്രം കിലോമീറ്ററുകൾ താണ്ടി ഇവിടേക്ക് എത്തിയ ആളുകളാണ്. അവർ VS-നെ ഒരു നോക്ക് കാണാൻ ഏറ്റവും ഒടുവിലായി VS-ന് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കണ്ണേകരളെ VS എന്ന ആ മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, തൊഴിലാളികൾ, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നതും VS-നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഏറ്റവും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഒരുപക്ഷെ എല്ലാവിധ ആളുകളെയും സ്വാധീനിച്ചിട്ടുള്ള, എല്ലാവിധത്തിലുമുള്ള ആളുകളെയും രാഷ്ട്രീയത്തിനതീതമായി, എല്ലാത്തിനും അതീതമായി സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് സ്വാഭാവികമായും VS അച്യുതാനന്ദനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ നിരവധി സമരങ്ങൾക്ക്, സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മലപ്പുറത്തുനിന്നാണ് വരുന്നത്. മലപ്പുറത്ത് എപ്പോ എത്തി? തിരൂര് കാലത്ത് പുറപ്പെട്ട. എത്ര പേരുണ്ട്? ഞങ്ങൾ 4 പേര്. VS-നെ കാണാൻ വേണ്ടി. എങ്ങനെ VS-നെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? VS-നെ എന്ന് വെച്ചാൽ നമ്മുടെ കേരളം കണ്ടിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അഴിമതി പുരളാത്ത സത്യസന്ധനായിട്ടുള്ള കേരളം കണ്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ചേട്ടാ, എങ്ങനെ VS-നെ ഓർത്തെടുക്കുന്നത്? ജീവനാണ്, വേറൊന്നും പറയാനില്ല. അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നതല്ലേ? മലപ്പുറത്തുനിന്ന് രാവിലെ 10 മണിക്ക് പോകുന്നതാണ്. VS-നെ കണ്ടിട്ടേ മടങ്ങും. അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ല മുതൽ ആലപ്പുഴ ജില്ല വരെയാണ് വിലാപയാത്ര ഉള്ളതെങ്കിൽ പോലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കിലോമീറ്ററുകളോളം താണ്ടി ഇവിടേക്ക്, ഈ തെരുവോരങ്ങളിലേക്ക്, ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലേക്കും വന്ന് തടിച്ചുകൂടി നിൽക്കുന്നത് അത് VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടിയിട്ടാണ്. VS-ന്റെ ഭൗതിക ശരീരം ഒരിക്കൽ കൂടി കാണാൻ വേണ്ടിയിട്ട് ആ മുദ്രാവാക്യം, കണ്ണേകരളെ VS എന്ന ആ മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ നാടൊന്നാകെ ആ 2 അക്ഷരത്തിലേക്ക് ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകൾ ഏറ്റവും ഒടുവിലായി VS-നെ കാണാനായി ഇവിടേക്കെത്തും. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ VS നടന്ന വഴികൾ, VS നടന്ന, VS സമരം ചെയ്ത പാതകൾ, അതെല്ലാം താണ്ടി അവരിവിടേക്കെത്തിയത് VS-നെ ഒരു നോക്ക് കാണാനാണ്. അത്രത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഏറ്റവും ഒടുവിൽ അവരുടെ എല്ലാം തന്നെ കൺമുന്നിലൂടെ ആ പ്രിയപ്പെട്ട നേതാവ് കടന്നു പോകുമ്പോൾ ഈ ദേശീയപാതയുടെ തെരുവോരമാകെ മുദ്രാവാക്യം വിളികളാൽ മുഴുകിയിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അന്ത്യാഭിവാദ്യം തന്നെ
തന്നെയാണ് ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. CPIM പ്രവർത്തകർ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകളും അടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ എന്ന ആ രാഷ്ട്രീയ നേതാവിനെ കാണാൻ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ, കേരളത്തിന്റെ കുന്തമുനയായ ആ നേതാവിനെ ഒരിക്കൽ കൂടി കാണാൻ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഈ രാത്രിയിലും കൊടും മഴയത്തും ഇവിടെ VSനെ കാത്തു നിൽക്കുകയാണ്. മോനെ VSനെ കാണാൻ നിൽക്കുമോ? എപ്പോ വന്നെയാ? ഇച്ചിരി മുമ്പ് വന്നേ. VSനെ അറിയോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കാണാനല്ലേ? ആരുടെ കൂടെ വന്നേ? അറിയാം, അച്ചുമാമാന്നാ വിളിക്കുന്നേ. അതാണ് ഒരുപക്ഷെ ഇവരൊന്നും കണ്ടിട്ട് കൂടിയില്ലായിരിക്കാം. അവരുടെ ചെറുപ്പത്തിൽ അവർ വളരെ ചെറുപ്പമാണ്. VSന്റെ പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നിലേക്ക് മാറിയ, അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും മാറിയ കാലഘട്ടത്തിൽ വളർന്ന കുട്ടികൾ, അവർക്കൊന്നും തന്നെ VSനെ ഒരിക്കൽ പോലും നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകില്ല. VSന്റെ പ്രസംഗങ്ങൾ, VSന്റെ സമരങ്ങളൊന്നും തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടാകാൻ വിദൂര സാധ്യത പോലുമില്ലാത്ത അനേകം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞും കേട്ടും അവരുടെ അച്ഛനും അമ്മയും മുത്തശ്ശനുമെല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത, വായിച്ച കേട്ട കഥകളിൽ നിന്നും, കേട്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നുമെല്ലാം VS എന്ന രാഷ്ട്രീയ നേതാവിനെ മനസ്സിലാക്കിയാണ് അവരിവിടേക്ക് എത്തിയിട്ടുള്ളത്. അവരും കണ്ണേ കരള എന്ന് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയായി VS എന്ന് ഏറ്റുവിളിക്കുന്ന, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് ഏറ്റുവിളിക്കുന്ന തരത്തിൽ അത്രത്തോളം സ്വാധീനമുണ്ടാക്കിയ, അത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. മോനെ എപ്പോഴാ വന്നേ? VSനെ കാണാൻ നിൽക്കുവാണ്. ആരുടെ കൂടെ വന്നേ? അച്ഛൻ്റെ കൂടെ. ഞങ്ങൾ വന്നത് കുറച്ച് നേരമായി, വെയിറ്റിങ്ങിലാണ്. VSനെ എങ്ങനെ? VSനെ ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു സംഭവം അല്ലല്ലോ VS എന്ന് പറഞ്ഞാൽ. VS എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണല്ലോ ഈ രാത്രിയാലും ഞാനും എൻ്റെ മോളും എല്ലാം വന്നത്, ഈ മഴയത്ത് പോലും. വളരെ ദുഃഖത്തോടാണ് സംസാരിക്കുന്നത്, വിഷമപ്പെട്ട്. മഴയാണെങ്കിലും VSനെ കണ്ടിട്ടേ മടങ്ങും. തീർച്ചയായിട്ടും വിഷമമുണ്ട്, വളരെ വിഷമത്തോടെ സംസാരിക്കാൻ വിഷമം. അങ്ങനെയാണ് വൈകാരികമായി തന്നെ അവർക്കെല്ലാം ഏറെ അടുപ്പമുള്ള, അല്ലെങ്കിൽ അവരുടെ എല്ലാം ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. നമ്മളിപ്പോൾ സംസാരിച്ച ആ അച്ഛൻ പറഞ്ഞു മാത്രമാണ് ആ മകന് VS അച്യുതാനന്ദനെ പറ്റി അറിയുന്നത്. അത്തരത്തിൽ പറഞ്ഞും കേട്ടുമറിഞ്ഞും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നതെല്ലാം തന്നെ VS അച്യുതാനന്ദനെ കാണാനാണ്. VS എന്ന രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ തെരുവോരങ്ങളിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അവർക്കെല്ലാം അറിയാം അവരിന്ന് കൊള്ളുന്ന തണലിന്റെ, അല്ലെങ്കിൽ അവരിന്ന് നിവർന്നു നിൽക്കുന്നതിൻ്റെ എല്ലാം കാരണം ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണെന്ന ബോധ്യത്തോടെയാണ് അവരെല്ലാം ഈ തെരുവോരങ്ങളിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അത്രത്തോളം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനത്തെ നോക്കി, ആ വാഹനത്തെ ഒരു നിമിഷം മാത്രമായിരിക്കും ഒരു പക്ഷേ അവർക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടി അവരിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചെറിയ കുട്ടികളടക്കം ഇവിടെയുണ്ട്. എപ്പോഴാ ചേച്ചി വന്നേ? VS മന്ദിരെ കാണാൻ. എപ്പോ വന്നേ? കുറച്ചു നേരമായി. നോക്കറിയോ VSനെ? അറിയാം. ആരെ കാണാൻ നിൽക്കുക? VS ആരാ? മുഖ്യമന്ത്രിയായിരുന്നു നേരത്തെ. പറഞ്ഞു തരുമോ അമ്മ ഒന്ന്? അങ്ങനെയാണ് ചെറിയ കുട്ടികളടക്കം നിരവധി ആളുകൾ ഇവിടെ VS അച്യുതാനന്ദനെ കാണാനായി എത്തിയിട്ടുണ്ട്. VSന്റെ ചിത്രമുള്ള ആ പത്രക്കട്ടിങ്ങുകളുമായിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. അവർക്ക് ഒരു പക്ഷേ അവർ നേരിട്ട് ഞാൻ കണ്ടിട്ട് പോലുമില്ലായിരിക്കാം VS അച്യുതാനന്ദൻ എന്ന ആ വ്യക്തിയെ. പക്ഷേ അവർ പറഞ്ഞും കേട്ടുമറിഞ്ഞും VSനെ ഏറ്റവും അടുത്തറിയാം അവർക്കെല്ലാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം വൈകാരികമായി ഇവിടെ ഈ തെരുവോരങ്ങളിൽ ഈ കനത്ത മഴയത്തും അവരിവിടെ എത്തിയിട്ടുള്ള നിരവധി ആളുകൾ, ചെറുപ്പക്കാരടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് VS അച്യുതാനന്ദനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. എപ്പോ വന്നെയാ? VSനെ കാണാൻ നിൽക്കുക. നേരിട്ട് കണ്ടിട്ടുണ്ടോ? രജീഷ്, അപ്പോൾ പലരും ചോദിക്കും, നമ്മൾ റിപ്പോർട്ടേഴ്സ് തന്നെ ചോദിക്കുന്നുണ്ട്, VSനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും ചെറുപ്പക്കാരും ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ VSനെ കണ്ടോ കണ്ടില്ലയോ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകിയിട്ടുള്ള സ്വാധീനം, ആ സ്വാധീനം ആണ് ഈ ഇത്രയധികം ജനങ്ങൾ ഈ പെരുമഴയത്തും അവിടെ യൗവനം